ഗൗരവമായ ഒരു കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ 9 സ്റ്റേറ്റുകളിൽ അതുതന്നെ തുടരാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചല്ലോ. ഇതിനിടയിൽ എന്തെങ്കിലും ഇടപെടലുണ്ടായോ? കോടതിക്ക് ആ വിവരം സംബന്ധിച്ച് കൃത്യമായ നിലക്കുള്ള ധാരണയുണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ ആവശ്യമായ നിലയിൽ ഭരണകൂട സംവിധാനങ്ങളെ ആകെ തന്നെ അവരുടേതായിട്ടുള്ള നിലക്ക് പാകപ്പെടുത്തിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ അതിനു വേണ്ടിയുള്ള ഉപകരണമാണ്. അതിനുപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇപ്പോൾ നാളെ ഇലക്ഷനേ ഇല്ല എന്നവർ പറയില്ല എന്നുള്ള എന്താ ഉറപ്പ്? ശരി, ഫാസിസം കടന്നു വരുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യം നടക്കുക. ഹിറ്റ്ലറും മുസോളിനും ഒക്കെ അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. പിന്നെ അവരുടെ ഏകാധിപത്യം നടപ്പിലാക്കി. അവിടേക്കുള്ള യാത്രയാണ് ഇന്ത്യയിൽ എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ചെറുക്കാൻ ഒറ്റക്കെട്ടായ നിലക്ക് അതിനെതിരായിട്ട് വർഗീയതയെ ചെറുക്കാൻ ആകാവുന്ന എല്ലാ ശ്രമങ്ങളുമായിട്ട് എല്ലാ ജനാധിപത്യ പാർട്ടികളും മുന്നോട്ടേക്ക് വരിക. അതല്ലാതെ അവർ മാർഗമില്ല. ജനങ്ങളെ ആകെ ബോധവൽക്കരിച്ച് ഇതിനെ ചെറുക്കാൻ അവരെ പ്രാപ്തരാക്കുക. പ്രകാശ് മാസ്റ്റർ, തൃശ്ശൂരിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യമാണ് വരുന്നത്. തൃശ്ശൂരിൽ നടന്നത് ഇപ്പോൾ വ്യക്തമാണ്, മാധ്യമങ്ങൾ വഴി തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നു. ഇപ്പോൾ വോട്ട് ചോരി സംബന്ധിച്ച് കോൺഗ്രസ് എടുക്കുന്നൊരു എഫോർട്ട് എന്തുകൊണ്ടാണ് CPM എടുക്കാത്തത്? നിങ്ങൾ ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നു എന്ന് തെളിവുകൾ പുറത്തു വന്നിട്ടും നിങ്ങൾ CPMൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ഇറക്കിയോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചോ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ CPM LDF ഒരു ക്വസ്റ്റ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു. തൃശ്ശൂരിൽ വോട്ട് ചോരി മാത്രമല്ലല്ലോ നടന്നത്. കോൺഗ്രസിന്റെ വോട്ടുകൾ മൊത്തമായിട്ട് BJPക്ക് മാറ്റി കൊടുക്കുകയും നടന്നല്ലോ. പ്രകാശ് മാസ്റ്റർ, അവിടെ വോട്ട് ചോരി അല്ല നടന്നത്. കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് ഇപ്പോഴും CPMന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് CPMന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഭൂരിപക്ഷം വോട്ടുകളും അല്ല, വോട്ട് ചോരി ഇല്ല എന്ന് പറയാൻ ഞങ്ങളാളല്ല. കാരണം തെളിവ് സഹിതം പുറത്തു വന്നാണ്. എന്റെ ചോദ്യം അതല്ല, സുരേഷ് ഗോപി ജയിച്ചത് വോട്ട് ചോരി വഴിയല്ല, കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മുഖ്യ കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ മൊത്തമായി മറിച്ചു കൊടുത്തതാണ്. ആവശ്യമില്ലോ. കോൺഗ്രസിന്റെ വോട്ട് മറിയുമെങ്കിൽ പിന്നെ അവരെന്തിനാ വോട്ട് ചെയ്ത് നാണം കെടുന്നത്? എന്തിനാണ് ഈ ആലത്തൂരിൽ നിന്നും തിരുവനന്തപുരത്ത് കാളക്കൊന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ വോട്ട് കിട്ടുമല്ലേ? കോൺഗ്രസ് ആലോചിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് പ്രകാശ് മാസ്റ്റർ പറയുന്നത്. BJPയുടെ MPമാർ വോട്ട് ചോരി നടന്നില്ലായിരുന്നെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. അങ്ങനെയാണോ? കോൺഗ്രസ് വോട്ട് ചോരി നടന്നില്ലായിരുന്നെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു. കോൺഗ്രസ് വോട്ടുകൾ കൊടുത്തിരിക്കുന്നവരാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അതായത് അവിടെ വോട്ട് ചോരി നടന്നില്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത്. അങ്ങനെയാണ്? അല്ല, അത് വോട്ട് ചോരിയുടെ ഫലമായിട്ട് എത്ര വോട്ടുകൾ മാറി എന്നുള്ളത് പരിശോധിച്ചാലേ അത് പറയാൻ വേണ്ടി കഴിയൂ. പ്രകാശ് മാസ്റ്റർ, തോറ്റത് LDF സ്ഥാനാർത്ഥിയാണ്. ഒരു നിമിഷം, വോട്ട് ചോരി കൊണ്ട് എത്ര വോട്ട് മറിഞ്ഞു എന്ന് ആര് പരിശോധിക്കും? തോറ്റത് LDF സ്ഥാനാർത്ഥി, LDF പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കുമല്ലോ. ഓക്കെ, പരിശോധിച്ചിട്ട് അഖിലേന്ത്യാ സെക്രട്ടറി ഈ പറയുന്ന ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പത്രക്കാരോട്.